ഓം നമോ നാരായണായ. നാരായണീയം ദശകം 4 13-ാമത്തെ ശ്ലോകം. തത്ര വാ തവ പദേ അഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. തത്ര വാ അഥവാ തവ പദേ വസൻ, ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ പദത്തിലോ വസിക്കുന്നവനായിട്ട് യോഗി പ്രാകൃതപ്രളയേ മുക്തതാം ഏതി, പ്രാകൃതപ്രളയത്തിൽ മോക്ഷം പ്രാപിക്കുന്നു. അഥവാ സ്വേച്ഛയാ പുരാ ഖലു, അല്ലെങ്കിൽ ഇച്ഛാനുസരണം പ്രാകൃതപ്രളയത്തിന് മുമ്പ് തന്നെ ഓജസ ജഗദണ്ഡം സംവിഭിദ്യ വിമുച്യതേ, തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ഡം പിളർന്നിട്ട് മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ഭാഗമായ വിഷ്ണുലോകത്തിലോ വസിച്ചതിന് ശേഷം മഹാപ്രളയം വരുമ്പോൾ ബ്രഹ്മാവിനോടൊപ്പം കൈവല്യം പ്രാപിക്കുന്നു. വിരക്തി വന്നവർ തന്നിഷ്ടം പോലെ മഹാപ്രളയത്തിന് മുമ്പ് തന്നെയും ബ്രഹ്മാണ്ഡത്തെ പിളർന്ന് ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിക്കുന്നു. ദിവ്യലോകാനന്ദവും മോക്ഷാനന്ദവും ഭഗവത് ഭക്തന്മാർക്ക് സുലഭമാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. തത്ര വാ തവ പദേഥവാ വസൻ പ്രാകൃത പ്രളയേതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. തസ്യ ച ക്ഷിതിപയോ മഹോനിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മഗതയാ വിശൻ സുഖി യാതി തേ പദം അനാവൃതം വിഭോ. വിഭോ തസ്യ ച, ഹേ പരിപൂർണസ്വരൂപ, യോഗി ബ്രഹ്മാണ്ഡത്തിൻ്റെ ക്ഷിതിപയോ മഹോനില ദ്യോ മഹത് പ്രകൃതി, അതായത് 7 ആവരണങ്ങളെ പറ്റിയാണ് പറയുന്നത്. പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നീ സപ്തകാവൃതി എന്നീ 7 ആവരണങ്ങളെ തത്തദാത്മകതയ, അതതിൻ്റെ സ്വരൂപത്തിൽ സൂക്ഷ്മശരീരത്തോടെ വിശൻ സുഖി പ്രവേശിച്ചിട്ട് പരമാനന്ദമനുഭവിച്ച് തേ അനാവൃതം പദം യാതി, അവിടുത്തെ ആവരണരഹിതമായ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു. അല്ലയോ സർവശക്തനായ ഭഗവാനെ, ബ്രഹ്മാണ്ഡത്തിൻ്റെ 7 ആവരണങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മഹത്തത്വം, മൂലപ്രകൃതി അഥവാ മായ എന്നിവയിൽ അതതിൻ്റെ രൂപത്തോടുകൂടി സൂക്ഷ്മ ശരീരത്തോടുകൂടി പ്രവേശിക്കുകയും അതുകൊണ്ടുള്ള ആനന്ദാനുഭവം ആസ്വദിക്കുകയും ചെയ്ത ശേഷം ഭക്തൻ ആവരണമില്ലാത്ത നിന്തിരുവടിയുടെ പരമപദത്തോട്, അഖണ്ഡമായ ബ്രഹ്മത്തോട് ഐക്യം പ്രാപിക്കുകയും ചെയ്യുന്നു. തസ്യ ച ക്ഷിതിപയോ മഹോനിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മഗതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. 15-ാമത്തെ ശ്ലോകം. അർച്ചിരാദിഗതിം ഈദൃശീം വ്രജൻ വിച്ഛുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവത് ഗുണോദയാൻ ഉച്ഛരന്തം അനിലേശ പാഹിമാം. ഹേ ജഗത്പരേ ഈദൃശീം, അല്ലയോ ജഗദീശ്വര, ഇപ്രകാരമുള്ള അർച്ചിരാദിഗതിം വ്രജൻ, തേജോ ലോകാധിഗതിയെ പ്രാപിക്കുന്നവനായ യോഗി വിച്ഛുതിം ന ഭജതേ, പുനരാവർത്തിയെ പ്രാപിക്കുന്നില്ല. സച്ചിദാത്മക, സച്ചിദാനന്ദ സ്വരൂപനായ അനിലേശ ശ്രീ ഗുരുവായൂരപ്പ, ഭവത് ഗുണോദയാൻ, അവിടുത്തെ ഗുണോത്കർഷങ്ങളെ കീർത്തനം ചെയ്യുന്ന ഉച്ഛരന്തം മാം പാഹി, കീർത്തനം ചെയ്യുന്ന അടിയനെ രക്ഷിക്കണമേ. ലോകനാഥ, ഇപ്രകാരം ഊർധ്വലോകപ്രാപ്തിയെ ഗമിക്കുന്നവൻ എളുപ്പത്തിൽ മുക്തി പ്രാപിച്ചവരെ പോലെ തന്നെ പുനരാവർത്തി അനുഭവിക്കുന്നില്ല. അവർക്കും
സംസാര ദുഃഖങ്ങളിൽ നിന്ന് ആത്യന്തികമായ മോക്ഷം ലഭിക്കുന്നു. ഇപ്രകാരം സദ്യോന്മുക്തിക്കും ക്രമമുക്തിക്കും കാരണമായ യോഗാഭ്യാസ സഹിതമായ ഭക്തിയെയാണ് മേൽപ്പത്തൂർ ഈ ദശകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ജ്ഞാനസ്വരൂപിയും സത്യസ്വരൂപിയുമായ ഗുരുവായൂരപ്പ, അവിടുത്തെ ഉത്കൃഷ്ട ഗുണങ്ങളെ ഉറക്കെ സ്തുതിക്കുന്ന അടിയനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകം ഉപസംഹരിക്കുന്നു. അർച്ചിരാതിഗതിമീദൃശിം വ്രജൻ വിച്ഛുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ഛരന്തമനിലേശ പാഹി മാം.